ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കര ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം അതിവിപുലമായ ചടങ്ങുകളോടെ നടന്നു. ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അതിവിപുലമായ പരിപാടികളോടെ ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. കാലാവസ്ഥയും ചുറ്റുപാടും നമ്മുടെ സ്കൂൾ എങ്ങനെയായിരിക്കണം, ആ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള വികസനവും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും അതനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയുമാണ് നമ്മുടെ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെറിയ സ്കൂളുകളിലാക്കാൻ പറ്റും നമ്മുടെ അധ്യാപകർ സ്കൂളിലേക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ സ്കൂൾ നമുക്ക് 2 സ്കൂളാണുള്ളത്, ഒന്ന് നമ്മുടെ കുറുമലയും ഒന്ന് നമ്മുടെ SMT സ്കൂളും. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ അധ്യാപകർ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്കൂളായിട്ടുള്ളതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തീർച്ചയായും അവിടുത്തെ പരിപാടികളിലെല്ലാം തന്നെ പറ്റുന്ന പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ ഈ വാർഷികം 22-ാം തീയതിക്ക് വെച്ചതാണ്. അപ്പോൾ 22, 23, 24 ഞങ്ങൾക്ക് കണ്ണൂരിൽ 10-16 മെമ്പർമാരും പോയത് കൊണ്ടാണ് നമ്മുടെ അന്നത്തെ മാറ്റി നമ്മൾ ഇന്നത്തേക്ക് വെച്ചത്. അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് പരിപാടി കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് കയറി വരാൻ പറ്റും. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ഷലീൽ അധ്യക്ഷനായി. പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വിദ്യാലയം ഇത്രയും കൊല്ലമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കെ 2024 കഴിഞ്ഞ് 2025 എത്തുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഈ പറയുന്ന സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ കെട്ടിടത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇന്നലകളിൽ ഇവിടെ പ്രവർത്തിച്ച ആളുകൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, MLA, സർക്കാർ, ഇപ്പോഴുള്ള PTA എല്ലാവരുടെയും കൃത്യമായ ഇടപെടലിനെ തുടർന്ന് ഇന്ന് ആ കെട്ടിടം നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നൽകുന്ന എല്ലാ സംവിധാനങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അതിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ നമ്മൾ വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം 10 ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചു കൊണ്ടുള്ള 2 പദ്ധതികൾ ബഹുമാനപ്പെട്ട ആലത്തൂർ MP രാധാകൃഷ്ണൻ അവർ അവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയങ്ങളിൽ അത്ര ചോർന്നൊഴിക്കുന്നില്ലെങ്കിൽ പോലും മഴ പെയ്താൽ ക്ലാസ് എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മഴ പെയ്തിരുന്നെങ്കിൽ ടീച്ചർമാർ ക്ലാസ്സിലേക്ക് വരില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയൊക്കെ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ആ കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഏകദേശം 10-15 ദിവസങ്ങൾക്ക് അപ്പുറമാണ് കുറുമല LP സ്കൂളിലെയും സ്റ്റാർ കിഡ്സ് എന്ന പദ്ധതി അവിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക ലൈല UK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു KR റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ KK, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ജാനകി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലിശ്ശേരി വിശ്വനാഥൻ, വാർഡ് മെമ്പറായ T. ഗോപാലകൃഷ്ണൻ, വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ, ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത N, പാളയന്നൂർ BRC BPCK പ്രമോദ്, SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ സെബി പെല്ലിശ്ശേരി, പാളയന്നൂർ BRC ട്രെയിനർ ചാന്ദിനി V, ഗവൺമെന്റ് LP സ്കൂൾ മുൻ പ്രധാന അധ്യാപിക ശോഭന PG, പാളയന്നൂർ BRC CRCC കോർഡിനേറ്റർ സജിത VS, PWD കോൺട്രാക്ടർ AP നാരായണ പിഷാരടി, SMC ചെയർമാൻ സോമനൻ, MPTA പ്രസിഡന്റ് അശ്വതി C, ചേലക്കര ഗവൺമെന്റ് LP സ്കൂൾ PTA പ്രസിഡന്റ് MK വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ കൊണ്ട് വേദി വർണ്ണാഭമായി. Eva
കപുറക്കാണ ശരീപാദം